നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര രവീന്ദ്രൻ. ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ പോകുന്നത് ശരീരഭാഗങ്ങളിലെ മുടികൾ വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന അലോപേഷ്യ ഏരിയേറ്റ എന്ന അസുഖത്തെ പറ്റിയാണ്. തലമുടി, പുരികങ്ങൾ, കൺപീലികൾ, താടി, ശരീരഭാഗങ്ങളിലെ മുടികൾ ഇവയെല്ലാം അലോപേഷ്യ ഏരിയേറ്റ എന്ന അവസ്ഥ ബാധിക്കാവുന്നതാണ്. പലപ്പോഴും വളരെ യാദൃച്ഛികമായി മുടി വെട്ടുവാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറയുമ്പോഴോ ഒക്കെ ആയിരിക്കാം നാം ഈ അവസ്ഥ കാണുന്നത്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഏത് പ്രായക്കാരിൽ വേണമെങ്കിലും ഇത് കാണാമെങ്കിലും 20 മുതൽ 40 വയസ്സിനിടയിലുള്ളവരിലാണ് ഇത് ഏറ്റവും കൂടുതലായി കാണുന്നത്. ഇനി എന്താണ് അലോപേഷ്യ ഏരിയേറ്റ എന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം. തലമുടി അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിലെ മുടികൾ പാച്ചുകളായി പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഈ പാച്ചുകൾ ഒറ്റപ്പെട്ടോ അല്ലെങ്കിൽ കൂടിച്ചേർന്നോ കാണാവുന്നതാണ്. സാധാരണയായി കറുത്ത നിറമുള്ള മുടികളെയാണ് ഈ അസുഖം ബാധിക്കുന്നത്. ചൊറിച്ചിൽ, ചുവപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളൊന്നും തന്നെ കാണാറില്ല. തലയിലെ മുടി മൊത്തത്തിൽ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ അലോപേഷ്യ ടോട്ടാലിസ് എന്നും, തലമുടി ഉൾപ്പെടെ ശരീരഭാഗങ്ങളിലെ മുടികൾ മൊത്തമായി കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്നുമാണ് പറയുന്നത്. കൂടാതെ ഈ അസുഖബാധിതരിൽ ഏകദേശം 30% ആളുകളിൽ നഖങ്ങളിലും മാറ്റങ്ങൾ കാണാറുണ്ട്. നഖത്തിന്റെ ഉപരിതലങ്ങളിൽ ചെറിയ കുഴികൾ രൂപപ്പെടുക അല്ലെങ്കിൽ നഖത്തിന്റെ ഉപരിതലം പരുക്കനാകുക തുടങ്ങിയവയാണ് ഇവ. എന്താണ് അലോപേഷ്യ ഏരിയേറ്റ എന്ന അസുഖത്തിലേക്ക് നയിക്കുന്നതെന്ന് നോക്കാം. അലോപേഷ്യ ഏരിയേറ്റ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടാണ് കരുതുന്നത്. അതായത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം വളർച്ചയുടെ ഘട്ടത്തിലുള്ള മുടികൾ അല്ലെങ്കിൽ അനാജൻ ഹെയറുകൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനം നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രത്യേകിച്ചും അനാജൻ ഹെയറുകളുടെ അടിഭാഗത്തുള്ള കറുത്ത നിറം ഉൽപ്പാദിപ്പിക്കുന്ന ചില ഘടകങ്ങൾക്കെതിരെ. അതുകൊണ്ടാണ് കറുത്ത നിറമുള്ള മുടികൾ രോഗബാധിതരാവുകയും കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നത്. ഇത് കൂടാതെ പാരമ്പര്യമായ ഘടകങ്ങൾ, മാനസിക സമ്മർദ്ദം, ചില അണുബാധകൾ, വാക്സിനേഷനുകൾ എന്നിവയും ഈ അസുഖത്തിലേക്ക് നയിക്കാവുന്നതാണ്. ഇനി നമുക്ക് അലോപേഷ്യ ഏരിയേറ്റയുമായി ബന്ധപ്പെട്ട് വരാവുന്ന മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ, തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്, ലൂപ്പസ് എറിത്തമെറ്റോസിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, വിറ്റലൈഗോ അഥവാ വെള്ളപ്പാണ്ട്, കൂടാതെ സോറിയാസിസ്, മാനസിക സമ്മർദ്ദം എന്നിവയും ഈ അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ കുട്ടികളിൽ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ കരപ്പൻ എന്ന അവസ്ഥയാണ് ഈ അസുഖവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കാണുന്നത്. എന്നാൽ എല്ലാ രോഗബാധിതരിലും മേൽപ്പറഞ്ഞ ബന്ധപ്പെട്ട അസുഖങ്ങളെല്ലാം തന്നെ കാണണമെന്നുമില്ല. ഇനി അലോപേഷ്യ ഏരിയേറ്റ എന്ന അസുഖത്തിന്റെ സാധാരണഗതിയിലുള്ള പുരോഗതി എങ്ങനെയാണെന്ന് നോക്കാം. ഏറെക്കാലം നീണ്ടു നിൽക്കാവുന്നതോ അല്ലെങ്കിൽ ഭേദമായതിനു ശേഷം വീണ്ടും വരാവുന്നതോ ആയ ഒരു അസുഖമാണ് അലോപേഷ്യ ഏരിയേറ്റ. എന്നാൽ ഈ അസുഖത്തിൽ രോമകൂപങ്ങൾ പൂർണ്ണമായും നശിക്കാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായും മുടി കിളിർത്തു വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണിത്. ചുരുങ്ങിയ സ്ഥലത്ത് 1-2 പാച്ചുകളായി മാത്രം അസുഖം ബാധിച്ചവരിൽ ഏകദേശം 50% ആളുകളിലും 1 വർഷത്തിനുള്ളിൽ മുടി പൂർണ്ണമായും കിളിർത്തു വരുന്നതാണ്. എന്നാൽ ചുരുങ്ങിയ 1% ആളുകളിൽ മാത്രം കൂടുതൽ വ്യാപ്തിയിലേക്ക് മുടി പൊഴിയുന്ന അവസ്ഥയിലേക്ക് അസുഖം പോകാവുന്നതാണ്. ഇനി രോഗത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്ന മോശം ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ പ്രായത്തിൽ തന്നെ അസുഖം ബാധിക്കുന്നത്, കൂടുതൽ വ്യാപ്തിയിൽ അസുഖം ബാധിക്കുന്നത് അലോപേഷ്യ ടോട്ടാലിസ്, അലോപേഷ്യ യൂണിവേഴ്സാലിസ്, നഖങ്ങളിൽ മാറ്റം കാണുന്നത്, 1 വർഷത്തിലേറെ അസുഖം നീണ്ടു നിൽക്കുന്നത്, ഹെയർലൈനിൽ മുടി കൊഴിയുന്നത് പോലെയുള്ള ചില പ്രത്യേക പാറ്റേണുകളിൽ മുടി കൊഴിയുന്നത്, കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇനി അലോപേഷ്യ ഏരിയേറ്റ എന്ന അസുഖത്തിന്റെ ചികിത്സ എന്താണെന്ന് നോക്കാം. ഈ അസുഖത്തിന്റെ ചികിത്സ അസുഖത്തിന്റെ തീവ്രതയെയും വ്യാപ്തിയെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. ചുരുങ്ങിയ സ്ഥലത്ത് 1 അതിലധികമോ പാച്ചുകളായി മാത്രം അസുഖം ബാധിച്ചവരിൽ ചികിത്സയൊന്നും ഇല്ലാതെ തന്നെ പൂർണ്ണമായി മുടി കിളിർത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ചികിത്സയൊന്നും നൽകാതെ തന്നെ കാത്തിരിക്കാവുന്നതാണ്. പക്ഷെ പലപ്പോഴും ഇത് ജീവിത മികവിനെ ബാധിക്കുമെന്നതിനാൽ ചികിത്സ എടുക്കേണ്ടി വന്നേക്കാം. ഇമ്മ്യൂണിറ്റിയെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സകളാണ് പ്രധാനമായും ഉള്ളത്. ഇതിൽ കോർട്ടിക്കോസ്റ്റീറോയിഡ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ് ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഇവ പുരട്ടാനോ അല്ലെങ്കിൽ കുത്തിവയ്പായോ എടുക്കാവുന്നതാണ്. ഇത് കൂടാതെ മിനോക്സിഡിൽ, ലൈറ്റ് തെറാപ്പി അല്ലെങ്കിൽ ടോപ്പിക്കൽ ഇമ്മ്യൂണോതെറാപ്പി എന്നിവ മറ്റു ചികിത്സാ രീതികളാണ്. ഇതിൽ ടോപ്പിക്കൽ ഇമ്മ്യൂണോതെറാപ്പിയിൽ തീവ്രത കൂടിയ മറ്റൊരു അലർജൻ പുരട്ടി പ്രതിരോധ സംവിധാനത്തിന്റെ ശ്രദ്ധ മുടിയിൽ നിന്നും തിരിച്ചുവിടുകയാണ്. കൂടാതെ കേന്ദ്രീകൃത ലേസറുകൾ, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി അല്ലെങ്കിൽ PRP എന്നിവയും ലഭ്യമായ മറ്റു ചികിത്സാ രീതികളാണ്. എന്നാൽ കൂടുതൽ വ്യാപ്തിയിൽ മുടി കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കേണ്ടതായി വന്നേക്കാം. സ്റ്റിറോയിഡ് മരുന്നുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റിറോയിഡ് അല്ലാത്ത ഇമ്മ്യൂണിറ്റിയിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന മറ്റു മരുന്നുകൾ, സൈക്ലോസ്പോറിൻ, മീതോട്രെക്സേറ്റ് തുടങ്ങിയ മറ്റു മരുന്നുകൾ. എന്നാൽ ഇന്ന് ജാനസ് കൈനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട ചെറിയ മോളിക്കൂൾ മരുന്നുകളുടെ ഉപയോഗം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പുരട്ടാനും കഴിക്കുവാനും ലഭ്യമായ ഈ മരുന്ന് വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. ചുരുക്കത്തിൽ
അലോപേഷ്യ ഏരിയേറ്റ പല വിധങ്ങളായി വ്യത്യസ്തമായ വ്യാപ്തിയിൽ കാണാവുന്ന ഒരു അസുഖമാണ്. നേരത്തെ തന്നെയുള്ള ചികിത്സയും ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങളുടെ കണ്ടെത്തലും വളരെ പ്രാധാന്യമർഹിക്കുന്നു. വളരെ സാധാരണമായി കാണുന്ന അലോപേഷ്യ ഏരിയേറ്റ എന്ന ഈ അസുഖത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.